മഞ്ഞപ്പൊടി ഉപ്പ് ഈ പ്രാവശ്യം അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വെജിറ്റബിൾ മസാല വീഡിയോ എടുത്താൽ തകരും. എന്നേലും ഒരു പണി കിട്ടും ഉണ്ടാക്കുന്ന സാധനത്തിന്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, കുറച്ചൊക്കെ എടുക്കുന്നുള്ളൂ. വീഡിയോ എടുത്തായിരുന്നല്ലോ, എൻ്റെ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? എന്നിട്ട് എന്ത് പോയില്ലേ, ഉപ്പ് കിട്ടില്ലോ. വയ്യെങ്കിൽ പോണ്ട, ഡാൻസ് കളിച്ച് വയ്യാതായെങ്കിൽ പോകണ്ടേ. ദയനീയാവസ്ഥ കേട്ടോട്ടാ. നീ ഇന്നലെ മറ്റേ ഇതിന് പോയി ഡാൻസ് കളിച്ചല്ലേ, കാലടിച്ചേ? ആ മനപ്പൂർവ്വം എടുപ്പിക്കുന്നത് എന്നും. ഡാൻസോട് ഡാൻസ് ആയിരുന്നു. എനിക്കും കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആരും കൂടെ ഇല്ലായിരുന്നു. ഏകദേശം എന്തെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം മൊത്തം മാറ്റി പിടിക്കുക, ഊറ്റുക. സവോള, 2 മുട്ട, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇനിയിപ്പം മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കണം. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കൊടുക്കണ്ടേ? ഉപ്പ കരിഞ്ഞു പോകും കണ്ടോ. കഴിഞ്ഞൊന്നും പോകുന്നില്ല, ചുമ്മാ വെള്ളം വെക്കാണ്ടിരിക്കുക കേട്ടോ. വെള്ളത്തോട് ബളഹം. ഗ്രേവി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനായിട്ട് ഇടുന്നതായിട്ട് കണ്ടില്ല. പ്രാവശ്യം ചോറ് വെന്തോണ്ട് ഇപ്രാവശ്യം ഉണ്ടോ കറക്റ്റായി. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഭയങ്കര പുലിയായിരിക്കും. ശാമ്പുവി അറിയുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഇതൊന്നും ഇടാൻ സമ്മതിക്കല്ല നമ്മളെ കൊണ്ട്. സമയം തരത്തില്ല നമുക്ക്.
അവസാന റൗണ്ടാണ്. കറക്റ്റാണല്ലോ എല്ലാ പാത്രം എടുത്ത്. ഇന്നത്തെ ബിരിയാണി ഒരു രസം ഉണ്ടായിരുന്നല്ലേ ചെയ്തപ്പം. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിരുന്നുകൊണ്ടും ആദ്യമൊക്കെ എന്നാലും ഒത്തിരി നമ്മൾ പല രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എല്ലാ രീതിയും കുക്കറിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഭവം നമ്മളെ നേരത്തെ വെജ് ആയിരുന്നു അപ്പം ചെയ്തോണ്ടിരുന്ന സാധനമാണ്. ഇതിനെക്കാട്ടിലും മറ്റായിരുന്നു നല്ലതായിട്ട് തോന്നിട്ടുള്ളത്. ഇതാ സെറ്റ്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റണം. അടുപ്പൊക്കെ വേണ്ടല്ലോ അത് നടക്കുള്ളൂ. അന്ന് അടുപ്പ് വലിയ പരിപാടി ഇല്ലായിരുന്നല്ലോ. ഉണ്ട്, അടുപ്പ് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നൊരു ഇടാൻ മറന്നു പോയിട്ടുണ്ടോ? അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ഉണ്ട്. ഈ ഒരു അങ്ങനെ ആക്കാനാ ദോശയുടെ സാധനം കയറ്റി വെക്കും. സൈഡിലരിക്കണേ. കനല് മാത്രം എടുക്കുള്ളൂ, ചാരം എടുക്കരുത്. ചാരം കനലിൻ്റെ കൂടെ വരും. ഓ അങ്ങനെ പറ്റില്ല. മേളിൽ കൂടെ മേളിൽ നിന്ന് എടുത്താൽ മതി. ഇത് അങ്ങനത്തെ പരിപാടി തീർന്നായിരിക്കുന്നു. അതിനായിരുന്നോ കനല്? കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിനുള്ള വലിയ തോറൊന്നും കിട്ടില്ല. അത് മതി, അത് മതി. നമ്മളെ ചാരം കൂടെ ആക്കാതെ അത് മതി. മതി, അത് മതി. 4 പാടും ചൂട് പറഞ്ഞു. അതാണ് അതിൻ്റെ കളി. ശാമ്പവി എഴുന്നേറ്റില്ലല്ലോ. കളയാതെ എടുത്തത്. മതി മതി മതി. അവിടെ നോക്കി. വിളിച്ചു ഞങ്ങളെ കുഴപ്പമുണ്ടല്ല. ആണോ? ആണോ? നീ എഴുതാക്കാൻ താമസിച്ചേ? ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ മുട്ട ബിരിയാണിയാണോ ഉണ്ടാക്കാത്തത്? ആരാ പറഞ്ഞേ? ആ പല്ല് കഴിച്ചോ? കഴിക്കണ്ടേ? കുളിച്ചിട്ട് വാ. ആ കുളിച്ചോ? ആഹാ വെടുക്കി ഉണ്ടാക്കിയോ? എന്ത് എന്ത് ആരാ പറഞ്ഞ ഉണ്ടാക്കിയെന്ന്?
ഉണ്ടാക്കി തരാം. എന്നാ. മുട്ട വെച്ചാട്ടെ ചോറുണ്ടിട്ട് ആരാ ശ്യാമളമ്മ ഉണ്ടാകുന്ന കഴിച്ചായിരുന്നു. ആ ശ്യാമളമ്മ ഇല്ലല്ലോ, ശ്യാമളമ്മ വയനാട് പോയിട്ടേ. വച്ചു പോയതോ ആര്? കാക്കമ്മയോ? ചേച്ചി എവിടെയാ? അപ്പ വീട്ടിലാ ചേച്ചി. പണിയാൻ കൂടെ പണിയാ ഇഷ്ടം. എന്താ നമ്മള് കൊടുങ്ങായില് ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ചൂടും വെയില. ഒരു 2 മണി തൊട്ട് കുറേ സമയത്തേക്ക് ഒരു 5 മണി വരെയൊക്കെ ഇവിടെ ഇരിക്കാൻ ഭയങ്കര പാടാണ്. നല്ല ചൂടായിരിക്കും. 2 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും. അത് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. അതിന് മുമ്പും കുഴപ്പമില്ല, നല്ല സുഖമാണ്. കൂടുതൽ സമയം ഇപ്പോൾ ഇവിടെയാണ് ചിലവാക്കുന്നത്, അടുക്കളയിൽ. ഓ ഒന്നുമില്ലേ? അത് ഞാൻ പിന്നെ വെക്കാം നാളെ. കേട്ടാ കേട്ടോ കേട്ടോ? 5 മണി ആക്കണം, വെയിലൊന്ന് താഴണമെങ്കിൽ. ഇന്ന് ഗാനമേളയുണ്ടോ? പോന്നോ? എടി ഇന്നെവിടെയാടി ഗാനമേള? നാരായണിക്കുള്ള ബിരിയാണി. തീർന്നടി, നല്ല സാധനമായിരുന്നോണ്ട് നല്ല ചിലവായിരുന്നു. അതുപോലെ എനക്ക് നീ അധികം കഴിക്കുമല്ലോ ഇതിന്. അത് മതിയല്ലോ എനക്ക്, നീ അധികം കഴിക്കുമല്ലോ. പിന്നെ എന്തോരാ എന്നാ നീ വേണ്ട, അത് ശാമ്പയ്ക്ക് കൊടുത്തേരെ. ശാമ്പായാലും തിന്നല്ലോ. അവിടെ പോകണ്ട, ഇവിടെ വന്നേ. ഇവിടെ നിന്ന് തിന്നാ തിന്നാ മതി, അല്ല തിന്നടാ നീ. ഇത് പിന്നെ ആർക്ക് വെച്ചേക്കുന്ന? അവിടെ വെക്ക്, അതവിടെ വെക്ക, അതിനകത്തിടണ്ട. അത് ജയെല്ലാം നല്ല സാധനം എല്ലാം പെറുക്കിന്റെ ബാക്കിയാ. മൊത്തം കഴിച്ചില്ല, അടിയും മേടിക്കുന്നേ. മൊത്തം കഴിക്കോ? എന്നാ കഴിച്ചു. നീ വന്ന് വിളമ്പോ, അതെ പാത്രം എടുത്തോണ്ടോ. തവിയിട്. അതിനെന്തായാലും ഓർഡർ ചെറുത്, ആ ചെറുതിട്. കഴിക്കുമോ നീ? ഇതിനകത്ത് ഒരു കഷ്ണമുണ്ട്, തപ്പിയിട്. വീണൊന്നും ഇല്ല ഇതിനകത്ത് ആദ്യം.
മുട്ടയൊക്കെ നീ തിന്നു മോളെ. ഇനി നിനക്ക് മുട്ടയൊന്നുമില്ല, നിന്റെ കോട്ട കഴിഞ്ഞു. ഇവിടെ മുട്ട വേണ്ടെന്ന് പറഞ്ഞ് വെച്ചേച്ച് പോയവളാ. ഇനി നമുക്ക് മുട്ടയൊന്നും കൊടുക്കണ്ട. ബിരിയാണി ആരാ തന്നാന്നറിയോ? ആരാ? ഏതാണ്ടിയാ? ഏതാ? ബിരിയാണിയാണോ ഉണ്ടാക്കിയതാണോ തന്നത്? ആരാ? അപ്പ മേടിച്ചതാണോ? ആരാ വന്നേ? അപ്പ മേടിച്ചോ? ആ സാധനം മേടിച്ചപ്പ ഉണ്ടാക്കി. കടയിന്നോ? കടയിന്ന്. ചോറ് എടുത്ത് തിന്നടി. നിനക്ക് വെച്ചേക്കുന്നതാ മൊത്തം തിന്നു നിർത്തോ? വിളിച്ചപ്പം അവള് എടുത്തില്ല. വീടോട് തന്നെ തിരിച്ചു വിളിച്ചപ്പോ ഞാൻ എടുത്തേ. അപ്പയ്ക്ക് കൊടുത്തോളാം. എനിക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പയ്ക്ക് കൊടുത്തോളാം. എനിക്ക് ഇതെന്നാ ഇത് പിന്നെ രാജേഷ് വേണ്ടിയാണോ ബിരിയാണി വന്നേ? എല്ലാരും വരും, ആഹാരം കഴിച്ചാ വരും. യുവാച്ചനോ വരുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ അറിവൊന്നും കണ്ടില്ല. ബീഫ് ബിരിയാണി ആക്കി, എഗ് ബിരിയാണി ആക്കി, സാധനങ്ങളൊക്കെ ഉണ്ട്. രണ്ട് കിലോ കൊണ്ട് ആദ്യം ബീഫ് ബിരിയാണി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അതേ സാധനങ്ങളെല്ലാം കൊണ്ട് ഡാൽഡയും എല്ലാം കൊണ്ട് എഗ് ബിരിയാണി ഉണ്ടാക്കി. നിന്നോട് എന്നെ ചുമ്മാ എപ്പോഴും വർത്താനം പറഞ്ഞിരിക്കുന്നത്? ആഹാരം കഴിക്കുമ്പോ അഹങ്കാരം. ചോറുണ്ടോ മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ടില്ലേ? എപ്പോ നോക്കിയാലും ഈ ചോറിനോട് വർത്താനം പറഞ്ഞെന്തിനാ? മുളകൊക്കെ പിടിച്ചെന്തിനാ? കോഴി എടുത്ത് കഴിച്ചോട്ടെ. ഇനി മേലെ മിണ്ടരുത് കേട്ടോ. ചോറിനോണ്ടിരിക്കുമ്പോ ആഹാരം കഴിക്കുമ്പോ സംസാരിക്കണ്ട. അവിടെ ഇരുന്നു. മനസ്സിലായോ? മനസ്സിലായോ നിനക്ക്? മനസ്സിലായോ നിനക്ക്? മനസ്സിലായോ? എടുത്ത് ഇന്ന് ഉറക്കാൻ തുടങ്ങിയാ നിന്റെ ചോറെല്ലാം കൂടെ? ഞാൻ പിന്നെ പിടിച്ച് മേടിച്ച് വേറെ പാത്രത്തിലാക്കി. നിനക്കറിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല കൂടുതല്. പേര് ഭയങ്കര വിചിത്രമാണേ. ആ കൊച്ചിന്റെ പേര് രണ്ടാമത് ഇപ്പൊ ഒരു പെൺകൊച്ചുണ്ടായി. അതിന്റെ പേരെന്നറിയോ? ഓം പരമാത്മ. പരമാത്മ പെൺകൊച്ചിന്റെ പേര്. ആ കൊച്ചിന്റെ പേര് ആത്മജ. ഇനി അങ്ങനെയൊന്നുമില്ല. ഓം നാരായണ, ഓം നാരായണ.